നെറ്റ് കണക്ഷൻ ഫോണെന്നാവും അല്ലേ? ആ സിനാൻ മോന് പറ്റേ നിങ്ങൾ പാടിക്കണമെങ്കിൽ നല്ല പാട്ട് ഇനിയും കൊണ്ടുവരേ. നല്ല പാട്ട് പാടി ഒന്നും കൂടെ ഉഷാറായി പാടി, ഞാൻ കേട്ടില്ല. അപ്പോ നാട്ടിൽ നിന്നാണ്. അതെ, ഇതൊട്ടു നാട്ടിൽ നിന്നാണ്. ചെളുവൂരിൽ നിന്നല്ലേ? ചെളുവൂരിൽ നിന്ന് നമ്മളെ അടുത്തുനിന്നാണല്ലോ അല്ലേ? പറയരങ്ങാടി ചെളുവൂരല്ലേ നിങ്ങള്? ഞാനെവിടെ അറിയോ? ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ചാപ്പനങ്ങാടിയാണ്. സ്ഥല ടൈമായി അല്ലേ? UAE സ്ഥല ടൈം. സംസുദുബായി അവിടെ ഉണ്ടോ? അറിയില്ല? എന്നാ പറഞ്ഞോളി. ചാപ്പനങ്ങാടിയാണ്. നിങ്ങളെ അവിടെ നിന്ന് എത്ര ഉണ്ടാവും? ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 4-5 ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 3-4-5 ഉണ്ടാവും. സംസുദുബായി അവിടെ ഇല്ല അല്ലേ? അപ്പൊ അടുത്ത് ജിദ്ദക്കാരായ കുട്ടികളൊന്നും ഇല്ലേ? മുസൽമാൻ ഐഡിയിൽ ആരുള്ളത്? സിദ്ദീഖ് സാഹിബേ, അവിടെ കുട്ടികൾ ആരുള്ളത്? നേരത്തെ റൈസാൻ ചെയ്തിരുന്ന ഗഫൂർ അരിമ്പ്ര സാഹിബാണോ? മുസൽമാൻ 100 ഗഫൂർ സാഹിബാണോ അല്ലേ? ഞാൻ തന്നെയാണ്. നിങ്ങൾ മൈക്കിൽ വരും, ഞാൻ മൈക്കിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മൊബൈലിന് കണക്ട് കൊടുത്തതാണ്, റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലേ? ആരും ഇല്ലാത്തപ്പോ വെറുതെ അങ്ങനെ റൈസാൻ ചെയ്തതാണ്. ഏതായിരുന്നാലും കുട്ടികളൊക്കെ ഒന്ന് വരാൻ വേണ്ടിട്ടേ, ഉള്ള കുട്ടികൾ പോവാ അറിയില്ല. ഞാനൊരു ചെറിയ പാട്ട് പാടാം. പാടിക്കൂടെ കുട്ടിയാക്ക? ഇപ്പൊ ആള് കുറവാണല്ലോ. കൂടുതൽ ആളുണ്ടാവുമ്പോ പാടിയാലാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് ഒരു 2 വരി. തെങ്ങാത്ത ദുഃഖത്തെ ഹൃദയത്തിൽ പേറിയിട്ട് ശംസുൽ ഉലമ നമ്മ പിരിഞ്ഞു പോയി. ആയുഷ്കാലം മുതൽക്ക് വിരഹത്തിൻ പാടു തീർത്തു അണയാത്ത സ്നേഹദീപം പൊലിഞ്ഞു പോയി. പൊട്ടിത്താകർന്നു മനുഷ്യഹൃദയങ്ങൾ അന്നു നാട്ടിൻ ദുഃഖത്തിൻ കൂട്ടായി പണിതിടുന്നു. പൊട്ടിത്താകർന്നു മനുഷ്യഹൃദയങ്ങൾ അന്നു നാട്ടിൻ ദുഃഖത്തിൻ കൂട്ടായി പണിതിടുന്നു. പരിശുദ്ധ ദീനിന്റെ ധീരനാം തേരാളി പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. അടങ്ങാത്ത ദുഃഖത്തെ ഹൃദയത്തിൽ പേറിയിട്ടു ശംസുൽ ഉലമ നമ്മ പിരിഞ്ഞു പോയി. ആയുഷ്കാലം മുതൽക്ക് വിരഹത്തിൻ പാടു തീർത്തു അണയാത്ത സ്നേഹദീപം പൊലിഞ്ഞു പോയി. പൊട്ടിത്താകർന്നു മനുഷ്യഹൃദയങ്ങൾ അന്നു നാട്ടിൻ ദുഃഖത്തിൻ കൂട്ടായി പണിതിടുന്നു. പൊട്ടിത്താകർന്നു മനുഷ്യഹൃദയങ്ങൾ അന്നു നാട്ടിൻ ദുഃഖത്തിൻ കൂട്ടായി പണിതിടുന്നു. പരിശുദ്ധ ദീനിന്റെ ധീരനാം തേരാളി പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. ജീവിത
കാലം മുഴുക്കവും ദീനിനായി ഖിദ്മത്ത് ചെയ്തിട്ട പുണ്യവാളൻ. ജീവിതകാലം മുഴുക്കവും ദീനിനായി ഖിദ്മത്ത് ചെയ്ത് തീർത്ത പുണ്യവാളൻ. ജാഹിലിയത്തിന്റെ കോട്ടകൾ പൊട്ടിച്ച് ജീവിത ദർശനം തന്ന ധീരൻ. ജീവിത ദർശനം തന്ന ധീരൻ. അടങ്ങാത്ത ദുഃഖത്തെ ഹൃദയത്തിൽ പേറിയിട്ടു ശംസുൽ ഉലമ നമ്മ പിരിഞ്ഞു പോയി. ആയുഷ്കാലം മുതൽ വിരഹത്തിൻ പാടു തീർത്തു അണയാത്ത സ്നേഹദീപം പൊലിഞ്ഞു പോയി. പൊട്ടിത്താകർന്നു മനുഷ്യഹൃദയങ്ങൾ അന്നു നാട്ടിൻ ദുഃഖത്തിൻ കൂട്ടായി പണിതിടുന്നു. പരിശുദ്ധ ദീനിന്റെ ധീരനാം തേരാളി പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. പുഞ്ചിരി തൂകി മറഞ്ഞിടുന്നു. അള്ളാഹു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് കൂടെ നമ്മളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? ഞാൻ ഇപ്പൊ ഫോൺ ഡിസ്കണക്ട് ആണ്. ഞാൻ എന്റെ മകനുമായിട്ട് നാട്ടിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത്. പക്ഷെ അത് കണക്ട് ആകുന്നില്ല. ഒന്നും ചെക്ക് ചെയ്തോട്ടെ. ആരുമില്ലേ? കുട്ടികൾക്ക് പാട്ട് നിർത്തിയോ? നമ്മൾ സിനാന്റെ നല്ല പാട്ടായിരുന്നു. സിനാന്റെ പാട്ട് പള്ളിപ്പുറം നല്ല, എന്റെ അഭിപ്രായത്തിൽ നല്ല പാട്ട് പഠിക്കുന്ന കുട്ടിയാണ്. വെറുതെ പാടുന്നതല്ല, നല്ല പാട്ടുകാരനാണ്. സിനാനൊരു പാട്ട് കൂടി പാടിക്കൂടെ? ഇവിടെ ഇല്ലേ സിനാന്? ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ എന്റെ വീട്ടില്. മകനിപ്പോ പാട്ട് ഒന്നും പഠിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും. അതാണ് സംഭാഷണം. ഞാനൊരു പാട്ട് പാടും. ഞാനൊരു ബദക്കിസ് പാട്ട് പാടും. പാട്ട് ഉണ്ടനു മിസ്കാത്ത് ബാരിക്കിൽ വന്നിട ഹൂറിൻ നിസാനവര ഉടമോ അവരന്തരമേലുള്ള ചന്ദ്രനോ. ഞാനൊരു പാട്ട് ഇവിടെ എഴുതി ചെയ്തു. ഇത് ബദക്കിസ പാട്ടാണ്. അത് നബി നമ്മുടെ സാബിയോട് പറയാണ്, നിങ്ങൾ ബദർ ഷഹീദായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടും, അവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ആ ഭാഗം വിശദീകരിക്കുന്ന മോയിൻകുട്ടി വൈദ്യരുടെ ഒരു ഭാഗമാണ്. ഞാൻ എഴുതി വെച്ചിരുന്നു പറയാം. ഹലോ, ഞാൻ ഡീസൊന്നുമില്ലല്ലോ. സിനാം പള്ളിപ്പുറം മറ്റു പള്ളിയിൽ പോയി പറഞ്ഞു. ഡീസൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ. ഉണ്ടനു മിസ്കാത്ത് ബാരിക്കിൽ വന്നിട ഹോറിൻ നിസാനവര പരിശാനതും വടിവാൾ ഉടമാവും വിളമ്പിടലാം അവരന്തരമേലുള്ള
തെളിവാ ഉണ്ടനു മിസ്കാത്ത് ബാരിക്കൽ വന്നിട ഹൂറി നിസാനവര പരിശാനതും വടിവാൾ ഉടമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ മണ്ടമുടിക്കൊടു കർമുകെന്നേലോരും സഞ്ചരിക ചതമോ അത് പൂവിയ ഷിടുകിൽ മണ്ടമുടിക്കൊടു കർമുകുലോ നിറം സഞ്ചരിക ചതമോ അത് പൂവിയ ഷിടുകിൽ മഹക്കാളകമൊഴികെ ഇന്ത ശൗനിയിൽ മറ്റൊരു ലൗനും വെളിപ്പെടുക അതിരും കരുളാൽ ഉണ്ടനു മിഷ്കാത്ത് ബാരിക്കിൽ വന്നിട ഹൂറിൻ നിസാനവര പരിശാനതും വടിവാൾ ഉടമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ കൊണ്ടപ്പകുട്ട് മകുട്ടു ചുരുട്ട് പുലം പുലി വരണമോ നുതൽ കാർമുക പരിശോ കൊണ്ടപ്പകുട്ട് മകുട്ടു ചുരുട്ട് പുലം പുലി വരണമോ നുതൽ കാർമുക പരിശോ പുറവും കമലകമോ എനു കുണ്ടലവൻ പിറ് രണ്ട് തടം കണവാട്ട് നസികമോ ഉണ്ടനു മിഷ്കാത്ത് ബാരിക്കിൽ വന്നിട ഹൂറിൻ നിസാനവര പരിശാനതും വടിവാൾ ഉടമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ കണ്ട മഹാവിളിയോ മികവഞ്ഞനം നീട്ടി നട്ടമതോ ബദൻ താവളത്തുടിയോ കണ്ട മഹാവിളിയോ മികവഞ്ഞനം നീട്ടി നട്ടമതോ ബദൻ താവളത്തുടിയോ കവിൽ വാരി ചെയ്തരുളോ മുഖം ചങ്കതിരോ പിൻപാശങ്കതിരോ ഒളിവാലും വട്ടമതോ ഉണ്ടനു മിഷ്കാത്ത് ബാരിക്കിൽ വന്നിട ഹൂറിൻ നിസാനവര പരിശാനതും വടിവാൾ ഉടമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ. അപ്പോ കുട്ടികൾക്ക് പാടിക്കോട്ടെ. ഞാൻ ഏതായിരുന്നു എന്റെ മകനായിട്ട് കണക്ട് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് പാടിയതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്ത് പറ്റി? കുട്ടികളെ കിട്ടിയില്ല അല്ലേ? ഹൈദർക്കാക്ക് ലൈനിൽ കുട്ടികളെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഹൈദർക്ക പാട്ട് പാടി. ഇനി അടുത്തത് ആരാണ്? ആരാണ് കുട്ടികള് ഇപ്പോ നിലവിലുള്ളത്? നിലവില് 32-40 വയസ്സായ കുട്ടികളൊക്കെയാണ് ഇപ്പൊ പാടിയത്. ഇനി ആരാണ് കുട്ടികൾ? ഇതുപോലുള്ള കുട്ടികളുണ്ടോ? എന്നാ വരി കുട്ടി, വരി. നജീം തന്നെയല്ല കുട്ടി, വരി പാടിക്കോള്. ഇന്നലെ നിങ്ങളെ കണ്ടില്ല കേട്ടോ. ഇന്നലെ നിങ്ങളെ രാത്രി കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങളെ എവിടേക്ക് മുങ്ങിയറിയില്ല. ഇന്നലെ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയതാണ്. ആ പോക്ക് പോയതാവുന്നുണ്ട്. ഇപ്പൊ വരികയാണ്. നജീം തന്നെയല്ല. ഇന്നലെ നിങ്ങളെ വണ്ടി എടുത്തിട്ട് എന്നെ കാണാൻ വേണ്ടി പോയ പോക്ക് പോയതാണ്. എന്നിട്ട് ഇപ്പൊ കാണുകയാണ്. ഇനി ആരാ ഈ ഐഡിയില്? ഇതാരാണ്? ഇത് പഴയ 756 ഐഡിയിലുള്ള ആളാരാണ്? മിസബൽ ബാബി ഉസ്താദ് പോയോ? ഇസ്തിഖാം ഉസ്താദ് പോയോ? അപ്പൊ ഇനി കുട്ടികളാരില്ലേ? ഇനിയിപ്പോ ഈ പേരിൽ കുട്ടികളുള്ള ആൾക്കാരെ ഉള്ളൂ. വേറെ കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാ? കുരുന്ന കൂട്ടം. അബ്ദുള്ളാഖാന്റെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സിദ്ദീഖ് സാഹിബേ, നിങ്ങളിപ്പോ സ്വീപ്പുണ്ടാക്കല്ലേ? സിദ്ര മോള് അല്ലേ? സിദ്ര അബ്ദുള്ള. ഓക്കെ, നമുക്ക് ബഹ്റൈനിലുള്ള കുട്ടികൾക്ക് വേണ്ടി മൈക്ക് കൈമാറാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. എന്റെ പേര് സിദ്ര. ഞാനൊരു പാട്ട് പാടാം. ഇഷ്കിൻ തീരം വന്നവരെ, ഇമ്പം കൽബകമുള്ളവരെ, മുത്തു ഹബീബു മറന്നു പോയു, സ്നേഹനിലാവും മാഞ്ഞു പോയു, വിളിക്കൂ തിരുനബിയാലെന്നറിയൂ. സീതാ
ഓഫാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ സംഭവിച്ചത് അബ്ദുള്ളക്ക? എന്താണ് നിങ്ങൾ ഐഡിയിൽ നിന്ന് സംഭവിച്ചത്? നിങ്ങൾ തന്നെ ബൗൺസ് ചെയ്തല്ലോ, എന്ത് പറ്റി? എന്താണ് നിങ്ങളെ കുട്ടികൾക്ക് സംഭവിച്ചത്? എന്താ സംഭവിച്ചറിയില്ല. ഏതായിരുന്നാലും അബ്ദുള്ളക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്, അപ്പൊ പെട്ടെന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് സംഭവം എന്നറിയില്ല. റെക്കോർഡ് വെച്ചാന്നാ തോന്നുന്നത്. അത് റെക്കോർഡ് വെച്ചപ്പോ അത് ശബ്ദം, അതാണ് സംശയമുണ്ട്. ജിന്നൊന്നുമില്ല. അപ്പൊ അടുത്തതാരാണ്? ഇനി അടുത്ത കുട്ടികൾ വരും. അടുത്ത കുട്ടികളുള്ള ഐഡിയിലുള്ള ആളുകള് മൈക്ക് പ്രോബ്ലം ആവും. അതാണ് സംഭവമാണ്. ഒരു വലിവായിട്ട് ഇങ്ങനെ തോന്നി ശബ്ദത്തിന്. എന്തെങ്കിലും മൈക്കിന്റെ പ്രശ്നം എന്തെങ്കിലും ആവും. അപ്പൊ അടുത്ത കുട്ടികളാരുള്ളത്? അത് ഷോപ്പിലാണ്. അടുത്തത് കുട്ടികളെ എവിടെ കഴിഞ്ഞ കുരുന്നുകൂട്ടം? ഇനി ആരുമില്ലേ? കുട്ടികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇത് നമുക്കൊരു മത്സരമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒരു മത്സരമാക്കിക്കൊണ്ട് സമ്മാനമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് പ്രോഗ്രാമിന് മാറ്റാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് എന്നാ ഉസ്താദ് വരി, അൽമുഹിം ഉസ്താദ് വരി, നസീർ ഉസ്താദ് വരി. അവിടെ കുട്ടികളൊന്നുമില്ലേ? അവിടെ കുട്ടികളില്ലേ ഉസ്താദെ? കുട്ടികളുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് കൊണ്ടുവരിപ്പോ. ഞാൻ പാടുന്ന സമയമല്ല ഇപ്പോ. ഞാൻ പാടുന്ന സമയമുണ്ട് രാത്രി ആരും ഇല്ലാത്ത സമയത്ത്. കുട്ടികളെ കൊണ്ടുവരും ഉസ്താദെ. കുട്ടികളുണ്ടെങ്കിൽ വിളിക്ക്. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുരുന്നുകൂട്ടം നല്ലൊരു പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഉഷാറാക്കേണ്ടതുണ്ട്. ഇപ്പൊ പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് വന്ന ഈ അവസരത്തില് ഗൾഫിലുള്ള കുട്ടികളൊക്കെ കുറച്ച് വെക്കേഷൻ ലീവില് നാട്ടിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നാട്ടിലുള്ള കുട്ടികൾക്കും, നാട്ടിലെന്നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും അതിൽ നമ്മുടെ ആളുകൾക്ക് പങ്കെടുക്കുന്ന രൂപത്തിലുള്ള നമ്മുടെ ബൈലക്സ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് കുരുന്നുകൂട്ടത്തിനൊന്ന് ഉഷാറാക്കിക്കൊണ്ട് നല്ലൊരു പ്രോത്സാഹന സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊരു മത്സര രൂപത്തിലാക്കി നമുക്ക് കൂടുതൽ കുട്ടികളൊക്കെ അണിനിരത്തിക്കൊണ്ട് കുരുന്നുകൂട്ടത്തിന് ഇങ്ങക്ക് വേറെ കൂട്ടുണ്ട്. അത് വലിയ മുതിർന്ന കൂട്ടം വേറെ ഉണ്ട്. രാത്രി 1 മണിക്ക് ശേഷം സിദ്ദിഖ് സാഹിബേ 1 മണിക്ക് ശേഷം ഉണ്ട് വലിയ മുതിർന്ന കൂട്ടം. അപ്പൊ വരി, അപ്പൊ നിങ്ങളെ പങ്കെടുപ്പിക്കും. അപ്പൊ അവിടെ കിട്ടും സമ്മാനം. അത് പറയില്ല, അങ്ങനെ പറയില്ല. ഇല്ല, മുതിർന്ന കൂട്ടം പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയില്ല. അപ്പൊ ഏതായിരുന്നാലും സിദ്ദിഖ് സാഹിബിന്റെ ആരാണ് പാടാനുള്ള? ആരുമില്ലേ? കുട്ടികളാരുമില്ലേ? എന്താണ് ഇങ്ങനെ കുട്ടികളൊക്കെ എത്ര ക്ഷീണിച്ച? ഒരു പാട്ട്, 2-3 പാട്ടൊക്കെ കരുതി വെക്കണം കുട്ടികള്. 2-3 പാട്ടെങ്കിലും ഓരോരുത്തരും കരുതി വെക്കണം. അപ്പോഴാണ് ഒന്ന് കഴിഞ്ഞാലും അടുത്ത് 2-3 കുട്ടികളൊക്കെ പാടിയാൽ വീണ്ടും പാടാം. അതേ ഐഡിയയിലുള്ള കുട്ടികൾക്ക് തന്നെ ഏകദേശം ഒരു 1-2 മണിക്കൂർ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ നടക്കും. ഒരു കേസ് ടൈം 2 മണി മുതൽക്ക് ഒരു 4 മണി വരെ ഒക്കെ കുരുന്നുകൂട്ടം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള കുട്ടികളും, നാട്ടിലിപ്പോ 2 മണി അറിയുമ്പോ 4:30 മണി അസറിന്റെ ശേഷം അല്ലെ, ഒരു 4:30 മണിയായിട്ടുണ്ടാവും. 4:30 മണിക്ക് തുടങ്ങിയാൽ 5:30-6:30 മഗ്‌രിബിന്റെ സമയം വരെ നാട്ടിലത്തെ സമയം ഏകദേശം കുരുന്നുകൂട്ടം ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ നാട്ടിലുള്ള കുട്ടികൾക്കും ഗൾഫിലുള്ള കുട്ടികൾക്കും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അൽമുഹിം ഉസ്താദ് അവിടെ ഉണ്ടാ? ഉസ്താദ് റിസാൻ ചെയ്യും. ഉസ്താദ് മൈക്കിൽ വരും. കുട്ടികൾ ഉണ്ടെങ്കിൽ പാടട്ടെ, അല്ലെങ്കിൽ ഉസ്താദിന്റെ സംസാരം തുടരാം. ഉസ്താദിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടാവും? ഉണ്ടെന്ന് മനസ്സിലായി.
ഏതായാലും 2 ദിവസം പനിച്ച് ശക്തമായ പനിയും മറ്റൊക്കെ ഉണ്ടായി. അപ്പോ KCR കൂടെ പണപ്പിരിവും പാവങ്ങളുടെ പേരും പ്രമാണങ്ങളും എന്നുള്ള വിഷയം വെച്ച് ഒരു 3/4 മണിക്കൂറോളം വിഷയം പറഞ്ഞപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ റാഹത്തായി. ഇനി പഴയ ചെറുപ്പകാലത്തിന്റെ ഓർമ്മയിൽ കുട്ടികളുടെ കൂടെ അല്പനേരം കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ മൈക്കെടുത്തിട്ടുള്ളത്. സോങ് വരട്ടെ എന്ന് കേൾക്കുന്നുണ്ട്, ഒന്ന് ടെക്സ്റ്റ് കാണുന്നുണ്ട്. പഴയകാല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സഹിക്കേണ്ടി വരും എന്ന് ആമുഖമായി പറയാം. ഇല്ലേ, നിങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറെന്നല്ലേ? കേട്ടിക്ക, നിങ്ങൾ പറയും. നിങ്ങള് ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങളൊക്കെ നിങ്ങൾ സഹിക്കുമെന്ന് ഏറ്റത് കൊണ്ട് നമുക്ക് പാടാം. കന്യാലദേശമിൽ ഉദിച്ച പൂർണ്ണ നിലാവ്, ഖലാഖിൻ കാമിലായടിമ പുണ്യ പുങ്കാവ്, കാരുണ്യദൂതരാം നബി തൻ പേരക്കിടാവ്, കൽബിൻ തെളിച്ചമേകിടും മുറബി ജദാവ്, മുറബി ജദാവ്. ദാത്തുൽ ഹഖിന്റെ മൽഹറായ നൂറിൻ ഗോപുരം, ദാലിക്കൽ കിതാബ് എന്നുരത്ത ഗ്രന്ഥശേഖരം. ദാത്തുൽ ഹഖിന്റെ മൽഹറായ നൂറിൻ ഗോപുരം, ദാലിക്കൽ കിതാബ് എന്നുരത്ത ഗ്രന്ഥശേഖരം. ദയ്യാന്റെ മാർഗമിൽ വസീലയായ പൊൻകരം, ദിക്കേകിടും സൗരഭ്യം വീശിടുന്ന പൂങ്കരം, വീശിടുന്ന പൂങ്കരം. ഹയ്യുൽ ഖയ്യൂമദേരമിൽ അമ്മാനമാടിയേ, ഹു അല്ലയാലം ഫാസുകൾ ചരിത്രമെഴുതിയേ. ഹയ്യുൽ ഖയ്യൂമദേരമിൽ അമ്മാനമാടിയേ, ഹു അല്ലയാലം ഫാസുകൾ ചരിത്രമെഴുതിയേ. ഹിദായത്തിന്റെ കൗസർ ജലം കോരി നൽകിയേ, ഹിജാബ് നീക്കി കൽബകം പ്രകാലദേശമിൽ ഉദിച്ച പൂർണ്ണ നിലാവ്, ഖലാഖിൻ കാമിലായടിമ പുണ്യ പുങ്കാവ്, കാരുണ്യദൂതരാം നബി തൻ പേരക്കിടാവ്, കൽബിൻ തെളിച്ചമേകിടും മുറബി ജദാവ്, മുറബി ജദാവ്. സ്വരം പോകുന്നതിന് മുമ്പ് പാട്ട് നിർത്തണം എന്നാണല്ലോ, അതുകൊണ്ട് ഏതായാലും ഞാൻ നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ബഹുമാനപ്പെട്ട കന്യാരെ മൗലയെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഉസ്താദ് പാടിയത്. അൽഹംദുലില്ലാഹ്, സ്വരത്തിനൊന്നും ഒരു കുഴപ്പമില്ല, വളരെ മനോഹരമായിരുന്നു. ഞങ്ങളൊന്നും പാടുന്ന പോലല്ല, നല്ല ഉഷാറായിട്ട് പാടിയിട്ടുണ്ട് ഉസ്താദ്. ഇൻഷാ അല്ലാഹ് ആ ശബ്ദമൊക്കെ നിലനിൽക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ഇനി ദിൽഷാദ് മോൻ എന്നുള്ള ഐഡിയിലുള്ള ആരാണോ അറിയില്ല, കുട്ടികളാണോ വലിയവരാണോ അറിയില്ല. ഏതായിരുന്നാലും അടുത്ത പാട്ടിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദീന പൂന്തോപ്പിൽ റസൂലത്തെ വീശുമ്പോ മലരാവും അന്തിയുറങ്ങും മുല്ലപ്പൂമലരേ ഈറഞ്ചായെന്നും ശാന്തി പെരും റഹ്മത്താ തിരുനബിയേ അങ്ങു മദീന പൂന്തോപ്പിൽ റസൂലത്തെ വീശും പൂമലരാവും അന്തിയുറങ്ങും മുല്ലപ്പൂമലരേ
ഈറഞ്ചനയെന്നും ശാന്തി തരും റഹ്മത്താ തിരുനബിയേ. അസ്സലാമു അലൈക്കും. شعبا بنور هداية خير بلادي عزز قاعدة العلماء بسيم سماستا أبدع سبل فواضل رفعة أمته بثبات ركز حرس باقي شمس العلماء قوم شعبا هداية خير بلادي عزز قاعدة العلماء بسيم سماستا أبدع سبل فواضل رفعة أمته بثبات ركز حرس باقي شمس تشرق شمل صباحي أمل ينتج جمع فؤادي عزمي يوقر فوق مثالي شمس صدوري يرفرف علم رفاهي شمس العلماء قوى شعب هداية العلماء بسيم سماء أبدع سبل فواضل رفعة أمته بثبات الرسباقي سمست أمنت مقصدهم بخريطة ورزت فيهم بحب نبيك إنه شمس سموسي شمس العلماء قوم شعبا بنور هداية خير بلادي عزز قاعدة العلماء بسيم سماستا أبدع سبل فواضل رفعة أمته بثبات ركز حرس باقي توجه بأمين سر تعبده في أقد أربع على هيئة أفقي شمس علوم أصبح عالم عالم. ഹലോ അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? നമ്മളെ ശംസു ദുബായ് എന്നുള്ള ഐഡിയയിൽ നിന്ന് മൈക്ക് എടുക്കാതെ ഞാൻ മൈക്ക് വിടാം. ഞാൻ ആരും എടുക്കാതെ ഒരു പാട്ടിട്ടതാണ്. നമ്മളെ മുഹമ്മദ് DC ആയി പോയി. മുഹമ്മദ് മൈക്ക് കയറിയിട്ടാ. നമ്മുടെ ഫസ്റ്റ് ക്ലിക്ക് തന്നെ ആള് റൈസ് ഹാൻഡ് ചെയ്തിരുന്നു. നിങ്ങളൊക്കെ മൈക്കിലേരി. ഞാനൊരു മൈക്ക് വിടാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് സംസുദ് ഭായി, അവിടെ കുട്ടികളില്ലേ?
എന്താ മൈക്കെടുക്കാത്ത? കുട്ടികളുണ്ടോ? ഒരു എസ് അടിക്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു എസ് എന്തെങ്കിലും ഒന്ന് അടിക്ക്. നിങ്ങൾ മൈക്കെടുക്കുന്നില്ല. പോയോ? DC ആയില്ലേ? മിസബൽ ബാബി ഉസ്താദേ, നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങളെ ഐഡിയിൽ വരിക, അല്ലെങ്കിൽ നിങ്ങളപ്പോ ബൗൺസ് ചെയ്യും. നിങ്ങൾ ID മാറ്റി വരി. എത്രയും പെട്ടെന്ന് വരി. ID മാറ്റി വന്നില്ലെങ്കിൽ ബൗൺസ് ചെയ്യും. ബൗൺസ് ചെയ്യണോ? ബൗൺസ് ചെയ്യണ്ടേ? ID മാറ്റി വരി. എന്താ നിങ്ങൾ കള്ള ഐഡിയിൽ വന്നിരിക്കണേ? കുറെ നേരമായിട്ട് നിങ്ങൾ 2-3 ID മാറി മാറി കള്ള ഐഡിയിൽ വന്നിരിക്കണല്ലോ. മനസ്സില്ല അല്ലേ? മനസ്സുണ്ടാക്കി തരാം. നിങ്ങളെപ്പം ഉണ്ടാക്കി തരാം. നിങ്ങളെ മനസ്സുണ്ടാക്കി തരാം. ഇപ്പൊ വരും, ID മാറി വരും. ഇപ്പൊ മനസ്സുണ്ടായി വരും. ഇപ്പൊ ID മാറി വന്നോളൂ. മനസ്സില്ലാത്തര ID അല്ലിസ്തിക്കാമെന്നുള്ള നല്ലൊരു ID ഉണ്ടാക്കിയിട്ട് DND ആക്കി. ഇപ്പൊ വരും. ID മാറി വന്നോളൂ. അപ്പൊ ID മാറിയിരിക്കണം. മൈക്കിലേക്ക് വിളിക്കും എന്നുള്ള അതുകൊണ്ടാണ് എല്ലാ ID മാറിയിരിക്കുന്നത്. പൂവിടാനും ചിരിക്കാനൊക്കെ ഇവിടെ ഉണ്ട് ആള്. പക്ഷെ ID മാറി. കുറച്ചു മുമ്പ് വേറെ ID ആയിരുന്നു. ഇപ്പൊ ID മാറി വേറെ ഐഡിയിൽ വന്നു. ഫസ്റ്റ് ട്രാക്ക്, ഫസ്റ്റ് ക്ലിക്ക് അവിടെ ഉണ്ടാ? ഫസ്റ്റ് ക്ലിക്ക് ഉണ്ടാ? പാവോ? ഇപ്പൊ വരും. അതൊന്നും പാവല്ല. വരും. ഇപ്പൊ വരും. അവിടെ ID ഇല്ലാതിരിക്കാൻ കഴിയൂല. അതാ വീണ്ടും വന്നു. അതേ ഐഡിയിൽ തന്നെ വീണ്ടും വന്നു. എന്താ ചെയ്യാ? പറഞ്ഞിട്ട് കാര്യല്ലേ? ID മാറി വരുന്ന് കരുതിയിട്ടാ ബൗൺസ് ചെയ്തത്. മാറുന്നില്ല. മനസ്സില്ല എന്ന് പറഞ്ഞത്. മനസ്സുണ്ടാക്കട്ടെ. ഏതായാലും ഫസ്റ്റ് ക്ലിക്ക് അവിടെ ഉണ്ടാ? അവിടെ ഉണ്ടോ? എത്ര വയസ്സ് വരെയാണ് അലോഡ്? വയസ്സും ചോദിക്കുന്നില്ല അയ്യമുസ്താദെ. നമുക്ക് കേൾക്കുമ്പോ അറിയാലോ വയസ്സ്. ഇപ്പൊ ഇവിടെ കുറച്ച് വലിയ കുട്ടി പാടിയത് 32 വയസ്സുള്ള കുട്ടി, പിന്നെ ഒരു 40 വയസ്സുള്ള കുട്ടിയൊക്കെ പാടി. കുറച്ച് വലിയ വയസ്സ് കൂടിയ കുട്ടികള്. പിന്നെ അതിന്റെ ചെറിയ ഒരു 6 മുതൽക്കുള്ള കുട്ടികളൊക്കെ പാടിയിട്ടുണ്ട്. കൂടിയത് ഇപ്പോ 32-40 പാടി തോന്നുന്നുണ്ട്. ഇല്ലല്ലേ? 90 വയസ്സുള്ള കുട്ടികളൊന്നും ഇപ്പൊ വന്നിട്ടില്ല. 90 വയസ്സുള്ള കുട്ടികളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ വരാനുള്ളത് പിന്നെ മിസബൽ ബാബി ഉസ്താദാണ്. പ്രൈവറ്റിൽ നല്ല പാട്ട് പാടിത്തരും. പക്ഷെ മുഴുവനാവൂല. മുഴുവൻ പാടി തന്നെങ്കിലല്ലേ ഇവിടെ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. പാതി വരെ പാടുള്ളൂ. അബു റാഷിദ് ഉസ്താദ് എത്തിയിട്ടുണ്ടാ? അബു റാഷിദ് ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലിക്ക് അവിടെ ഉണ്ടാ? അതിൽ കുട്ടികളുണ്ടോ? നിങ്ങൾ മൈക്കിൽ വരി. ഉണ്ടല്ലേ? ഓക്കെ, മൈക്കിൽ വരി, പാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലേശം മുടി നരച്ച പിന്നെ കുരുന്നുകൾക്ക് പറ്റുമോ? കുറച്ചാളും ഇവിടെ ഇങ്ങനെ കളറ് വെളുത്തേക്കാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് താത്തൊരു കുട്ടിയൊന്നും നമ്മള് കുരുന്നു കൂട്ടത്തിന്റെ സമയത്ത് മറ്റുള്ള ആളുകള് പാട്ട് പാടുമ്പോൾ തീരെ രസമില്ല. നല്ല കുരുന്നുകൂട്ടം എന്ന് പറഞ്ഞ രീതിയിലും നേരത്തെ ഒരു കുട്ടി ഒരു മദ്രസയിലെ പാട്ട് പാടിയിരുന്നു. ഞാൻ അസർക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ. അതാണ് ശരിക്കും ആ ഒരു കുരുന്നുകൂട്ടത്തിന്റെ ഒരു പിന്നെ വളരെ ഭംഗിയുള്ളൊരു പാട്ട്, മദ്രസന്റെ ചെറിയൊരു പാട്ട്. കുറെ തപ്പിപ്പഴയും ഇതൊക്കെ ആയിട്ടുള്ള ഒരു നല്ല രസമുള്ള പാട്ട് കേട്ടിരുന്നു. ഏതായാലും ഞാനിങ്ങനെ വേറെ കുട്ടികളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അല്ല, ഞാൻ തന്നെ മനസ്സൂടല്ല. അപ്പൊ ഞാൻ നമ്മുടെ ഷിയാബുദങ്ങളെ കുറിച്ചൊരു പാട്ട് പാടാം, മറ്റുള്ള കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം. കുഴപ്പമില്ലല്ലോ? നമ്മുടെയൊക്കെ അവിടെ ചോദിക്കാനുള്ളതാണ്. ലേശം ഇങ്ങനെ നരച്ചാൽ പിന്നെ കുരുന്ന്, പണ്ടൊക്കെ ഒരു കുരുന്നായിരുന്നു. ഇപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിക്കും ആ കുരുന്നായെങ്കിലോ എന്നൊക്കെ. അല്ല ചെറുപ്പം, യുവത്വം, കുരുന്നൊക്കെ ഉള്ള സമയം ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഏതായാലും ഞാൻ പിന്നെ നമ്മുടെ ശാബ്ദങ്ങളെ കുറിച്ച് വന്നൊരു പാട്ട് ഒന്ന് പാടാൻ ശ്രമിക്കാം. കേട്ടു നോക്കി അതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി.
കടലോളം കൊതിയുമായി കനിവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റ് എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. കടലോളം കൊതിയുമായി കനിവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റ് എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. മലയാളക്കരയിതിൽ മഹത്വത്തിൻ പ്രതീകമായി മരുഭൂവിൻ തെളിനീരിൻ ഉറവ പോലെ വന്ന് മനം കാവർന്നൊരാ സ്നേഹം നിലാവു മാഞ്ഞോ. മലയാളക്കരയിതിൽ മഹത്വത്തിൻ പ്രതീകമായി മരുഭൂവിൽ തെളിനീരിൻ ഉറവ പോലെ വന്ന് മനം കാവർന്നൊരാ സ്നേഹം നിലാവ് മാഞ്ഞോ. മിതുമന്ദസ്മിതം തൂകി ഒളിയിൽ സാന്ത്വനമേകി മലബാറിൻ മഹാത്മാവ് മറഞ്ഞു പോയി. ഇന്ന മഹീതമാം സ്മരണയിൽ ഉലകം തേങ്ങി. മിതുമന്ദസ്മിതം തൂകി ഒളിയിൽ സാന്ത്വനമേകി മലബാറിൻ മഹാത്മാവ് മറഞ്ഞു പോയി. ഇന്ന മഹീതമാം സ്മരണയിൽ ഉലകം തേങ്ങി. കടലോളം കൊതിയുമായി കനിവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റ് എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. മതമൈത്രി പുലർത്തുവാൻ മഹാത്യാഗം സഹിച്ചോരാം മതം കൊണ്ട് വരുന്നോരെ ഇണക്കിയതും എല്ലാം മണിമുത്ത് ശിഹാബെന്ന അതുൽപമല്ലേ. മതമൈത്രി പുലർത്തുവാൻ മഹാത്യാഗം സഹിച്ചോരാം മതം കൊണ്ട് വരുന്നോരെ ഇണക്കിയതും എല്ലാം മണിമുത്ത് ശിഹാബെന്ന അതുൽപമല്ലേ. സകലർക്കും സമാശ്വാസം പകർന്നിടും സ്മിതഭാഷി സദാ നേരം പ്രസന്നമാം വദന ഭംഗി സർവം സമർപ്പിച്ചു ജനതയ്ക്ക മനുഷ്യ സ്നേഹി. സകലർക്കും സമാശ്വാസം പകർന്നിടും സ്മിതഭാഷി സദാ നേരം പ്രസന്നമാം വദന ഭംഗി സർവം സമർപ്പിച്ചു ജനതയ്ക്ക മനുഷ്യ സ്നേഹി. കടലോളം കൊതിയുമായി കനിവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റ് എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. മിഴിവോടെ മനതാരിൽ തെളിയും വെണ്ണിലാവല്ലേ മമ നാട്ടിൽ അവർ വീര പുരുഷനല്ലേ. ഞങ്ങൾ മറക്കൂല ഒരിക്കലും ശിഹാബെന്നോരേ. മിഴിവോടെ മനതാരിൽ തെളിയും വെണ്ണിലാവല്ലേ
മമ നാട്ടിൽ അവർ വീര പുരുഷനല്ലേ. ഞങ്ങൾ മറക്കൂല ഒരിക്കലും ശിഹാബെന്നോരേ. കടലോളം കൊതിയുമായി കനീവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റേ. എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. കടലോളം കൊതിയുമായി കനീവിൻ പൂങ്കരം മുത്താൻ കൊടപ്പനത്തറവാട്ടിൽ അണഞ്ഞ കാറ്റേ. എന്റെ കരളിന്റെ കരളിനെ അവിടെ കണ്ടോ. അപ്പോ ശിഹാബ് തങ്ങളെ കുറിച്ചുള്ളൊരു പാട്ട് കേട്ടത് അങ്ങനെ അതുപോലെ പാടാൻ നോക്കിയതാണ്. ഏതായാലും കുരുന്നുകൂട്ടത്തിൽ പാടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുരുന്നുകൂട്ടത്തിൽ നമുക്ക് അവസരമില്ല, അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ഒരു ഭംഗിയില്ല. കുട്ടികളായിട്ടുള്ള ആളുകൾ തന്നെ വരണം. പിന്നെ അതിന് ഇടവേള അങ്ങനെ കിട്ടിയപ്പോൾ കുട്ടികളൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ജാവുന്നുണ്ടോ കിണവുല് കണ്ടോ മുത്തുനബിയുടെ ജാര. ഇഷാരായിട്ട് നക്ക് സ്വലാത്ത് ചൊമ്മ ചൊന്ന പരിപൂർമ നിലവ് പോലെ ചന്തത്തോ യാരസൂലേ. ആരൗലത്തോ മുത്തി സലാം ചൊല്ലകൂ. ആസേരിട് വെറും കാന തുടിച്ചിറ്. മക്ക മദീന ചൊല്ലറായനക്ക് യാ അല്ലാഹ്. അസിയ നബിയോ കാട്ടിത്താനക്ക് യാ അല്ലാഹ്. അബൂബക്കറും പിന്നെ ഉമർ ഖത്താബും ഒട്ടുകിടന്ന മുത്തുനബിയുടെ മക്കാമും. ഇജിറത്ത് ഷെരിപ്പ് പോകൂ ഭാഗ്യത്താല്ല. ഇജിറ പോയ മണ്ണകത്തകു ബെതിക്കോനല്ല. നാരിയത്ത് സലാത്ത് ചന്ത് നാക്കിടക്കിട നേര. ജാവുന്നുണ്ടോ കിണവുല് കണ്ട് മുത്തുനബിയുടെ ജാര. ഇഷാരായിട്ട് നാണ് സ്വലാത്ത് ചൊമ്മ ചൊന്ന പരിപൂർമ നിലവ് പോലെ ചന്തത്തോ യാരസൂലേ. ആരൗലത്തോ മുത്തി സലാം ചൊല്ലകൂ. ആസേരിട് വെറും കാന തുടിച്ചിറ്. മക്ക മദീന ചൊല്ലറായനക്ക് യാ അല്ലാഹ്. അസിയ നബിയോ കാട്ടിത്താനക്ക് യാ അല്ലാഹ്. നാരിയത്ത് സലാത്ത് ചന്ത് നാക്കിടക്കിറ നേര. ജാവുന്നുണ്ടോ കിണവുല് കണ്ട് മുത്തുനബിയുടെ ജാര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. എന്താണ് കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേരെന്താ? ആരാണ് പാടിയത്? എത്ര വയസ്സായി? ഒന്നും പറഞ്ഞില്ലല്ലോ. അൽ മുഹിമ്മ. കുട്ടിയുടെ പേരെന്താണ്? DC ആണോ? ഇല്യാസ്. ദർസി പഠിക്കുന്ന കുട്ടിയാ? നിങ്ങളെ ദർസി പഠിക്കുന്ന കുട്ടിയാ? 13 വയസ്സ്. യെസ്, മാഷാ അല്ലാഹ്. മംഗലാപുരം ലാസ്റ്റ് ആ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു അല്ലേ? മലയാളവും കൊങ്കിണിയും മിക്സ് ചെയ്തിട്ട്. മംഗലാപുരം ആ ലാസ്റ്റ് അങ്ങോട്ട് എവിടെയാണ്? കാസർഗോഡിന്റെ ആ ഭാഗത്തോട്ട് എവിടെയാണ് നാട്? കന്നഡ അല്ല, മലയാളവും കൊങ്കിണിയും അല്ലേ സാറേ? എവിടെയാണ് നാട്? എവിടെയാണ്? നാക്കിനിക്ക്. ഏതായാലും മാഷാ അല്ലാഹ് വളരെ
വളരെ നല്ല തുളു അല്ല, മംഗലാപുരം കൊങ്കിണിയുടെ ആ ഒരു ഇത് 4 ഭാഷ മിക്സാ. പിന്നെ ഏതായാലും വളരെ നന്നായി പാടിയിട്ടുണ്ട് കുട്ടി. മോന്റെ പേര് പറഞ്ഞില്ല. ഇല്യാസ്. ഇല്യാസ്. ഓക്കെ, ഇല്യാസ് ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചകളിലൊക്കെ നമുക്ക് കുരുന്നുകൂട്ടുണ്ട് ഇവിടെ, പാടാൻ വരണം. ഇല്യാസ് കേൾക്കുന്നില്ലേ? ഇല്യാസ് കേൾക്കുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനിയും കൂടെയുള്ള കുട്ടികളെയൊക്കെ കൂട്ടുക. ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, ദർസിൽ കുറെ കുട്ടികളുണ്ടല്ലോ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. അടുത്ത വെള്ളിയാഴ്ചകളിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആഴ്ചകളിൽ കുറച്ചങ്ങോട്ട് പോയാൽ നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അപ്പോ അതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വളരെ നന്നായി പാടിയിട്ടുണ്ട്. ഇല്യാസ് മോന് എന്റെ വക ഒരു സ്പെഷ്യൽ പൂവ് സൂക്ഷിച്ചു വെക്കണേ. ഇനി നമ്മളെ ഷംസു ദുബൈ ഉണ്ടായിരുന്നു അല്ലെ നേരത്തെ പാട്ട് പാടാൻ? അദ്ദേഹം DCI. ദിൽഷാദ് മോൻ പാട്ടുണ്ടോ? അല്ല റെക്കോർഡ് പ്ലേ ചെയ്യാനാ? ദിൽഷാദ് മോൻ പാട്ടുണ്ട്. കുട്ടിയുണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്നാൽ മൈക്ക് എടുക്കുക, പേരും സ്ഥലവും ഒക്കെ പറയണം, വയസ്സൊക്കെ പറയണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ദാനിഷ്. ഞാൻ ഷാർജയിൽ എന്നാണ്. ഞാൻ ഒരു പാട്ട് പാടാം. പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പൊന്നാര റൗളയിൽ പോകുന്നതെന്ന പൂവാണം വീശുന്ന റൗളാസുവാനത്തിൽ കൂടുന്നതെന്താണ് ഹൃദയം ചേരുന്നതെന്താണ് പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പൊന്നാര റൗളയിൽ പോകുന്നതെന്ന പൂമാണം വീശുന്ന റൗളാസുവാനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് പാപം പെരുത്തോരു പാപിയം ഞാനിന്ന് പരനോട് യാചിക്കുന്നു പാപം പെരുത്തോരു പാപിയം ഞാനിന്ന് പരനോട് യാചിക്കുന്നു പരിശുദ്ധ പെരിയോനോടായെന്നും കരുണക്കായി അതിയായി ആശിക്കുന്നു എന്നാണ് കൽബകം സൽവാനാമാ സൽകർമ്മ പുഷ്പങ്ങൾ പൂവിടുക എന്നാണ് കൽബകം സൽവാനാമാ സൽകർമ്മ പുഷ്പങ്ങൾ പൂവിടുക പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പൊന്നാര റൗളയിൽ പോകുന്നതെന്ന പൂമാണം വീശുന്ന റൗളാസുവാനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പൊന്നാര റൗളയിൽ കൂടുന്നതെന്ന പൂമാണം വീശുന്ന റൗളാസുവാനത്തിൽ കൂടുന്നതെന്നാണ്
ഹൃദയം ചേരുന്നതെന്നാണ് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്. എത്ര വയസ്സായി മോന്? ദാനിഷ് മോൻ എത്ര വയസ്സായി? 10 വയസ്സ്. മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട്. ഞാനൊരു 2 വയസ്സും കൂടി ഏറെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഉഷാറായിട്ടുണ്ട്. ഇടയ്ക്കൊരു ഇടർച്ച വന്നുപോയി, അല്ലാതെ വളരെ നന്നായി പാടി. മാഷാ അല്ലാ. ആരാ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നേ? ആ തെറ്റ് വരുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്തത് ആരാ കൂടെ? ദാനിഷ് മോൻ ആരോ ഉണ്ടല്ലോ അവിടെ കൂടെ. ആരാണത്? PM വേണ്ട, പബ്ലിക്കിൽ വരട്ടെ. ആ സിസ്റ്റർ പാടൂലേ? സിസ്റ്റർക്ക് എത്ര വയസ്സായി? സിസ്റ്റർക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി പറയൂ. PM തന്നാലും മതി. MA റഫീഖ് പാടാൻ പറ്റില്ലേ? പാടണ്ട, പ്രശ്നമല്ല. കുടുങ്ങിപ്പോന്ന് കരുതിയിട്ടാ? 13. ഓക്കെ. 10ാം ക്ലാസ് പെൺകുട്ടികൾക്ക് നമ്മൾ എത്ര വയസ്സാ അനുഭവിച്ചത് മോട്ടിക? 12 വയസ്സാ? 10 വയസ്സാണോ? ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. MA റഫീഖ്, ഇവിടെ ഒരു കുരുന്നുകൂട്ടം എന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് കയറി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മളെങ്ങനെ മറുപടി പറയാ? കുരുന്നുകൂട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മൈക്കെടുത്ത് പാടിയ കുട്ടികളോടാണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട് ദാനിഷ് മോൻ. അടുത്ത ആഴ്ചകളിലും പാടുക. സിസ്റ്ററോട്, 13 വയസ്സുള്ള സിസ്റ്റർ ആണെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെ അറിയാമായിരിക്കുമല്ലോ. പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പൊ സിസ്റ്ററോട് ഒന്നുകൂടി നല്ല പാട്ടുകളൊക്കെ എഴുതി തരാൻ പറയാ. എന്നിട്ട് പഠിച്ച് ഇൻഷാ അല്ലാ പാടാം. ദിൽഷാദ്, ദാനിഷ് മോൻ കേൾക്കുന്നില്ലേ? അടുത്ത ആഴ്ച വരണം, മറക്കല്ലേ? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, മറക്കില്ല ഇൻഷാ അല്ലാ. അതുപോലെ അൽമുഹിമ നടിയിലുള്ള ഇലിയാസ് മോനും അടുത്ത ആഴ്ചക്കേക്ക് വരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവരൊക്കെ ഉണ്ടാവും. അടുത്ത ആഴ്ച ഒന്നുകൂടി ഉഷാറാകും നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാ. ഇനി കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫസൽ ഉസ്താദും ഉണ്ട്. ഇനി മൂപ്പറ് വളരെ ഭംഗിയായി ഇത് നിയന്ത്രിക്കുന്നതാണ്. MA റഫീഖ്, കുട്ടികൾ ഉണ്ടെങ്കിൽ പാടാം. ഉണ്ടോ? ഇത് കാക്കക്കൂട്ടായിട്ടുണ്ട് നേരത്തെ. നിങ്ങൾ പാടണ്ട, കുട്ടികളുണ്ടെ പാടിയാ മതി. ഇന്ന് ആകെ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആളുകൾ വലിയവരാണ് ഇന്ന് കൂടുതലും പാടിയത്. ഏതായാലും പോട്ടെ, നമുക്ക് ഒരു അഫൂ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ഇനി കുട്ടികളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഒരു കുറെ നേരമായിട്ടുണ്ട്. ദാനിഷ് മോൻ ഒന്നുകൂടി പാടുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇനി കുട്ടികൾ വീണ്ടും കുട്ടികൾ ഇനി ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിപ്പോ അവസാനിപ്പിക്കും. പിന്നെ ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് പാടാൻ മൈക്ക് തന്നില്ല, എന്നെ അനുവദിച്ചില്ല, ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. പെട്ടെന്ന് കൈ പൊക്കിയാൽ ചാൻസ് തരും. ഇല്ലെങ്കിൽ കിട്ടൂല ചാൻസ്. ദാനിഷ് മോന് മൈക്ക് കൊടുക്കാൻ പോവാണ്. ഇനി ദാനിഷ് മോന് നല്ലൊരു പാട്ട് കൂടി പാടി ആരും വന്നില്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അതുകൊണ്ട് വേഗം കൈ പൊക്കിക്കോ.
മൈക്ക് പ്ലീസ്. അസ്സലാമു അലൈക്കും. ഞാനൊരു പാട്ട് പാടാം. വിജ്ഞാന പ്രഭചിന്തി ശംസുൽ ഉലമാ ശംസുൽ ഉലമാ വിസ്മയ പൂങ്കൾ പെറ്റ മാഹിമലരാ മാഹിമലരാ വിഘ്നങ്ങളൊക്കെ അകറ്റിയ തെളിനിരവാ വൈജ്ഞാന ശംസായിലങ്ങിയ ശംസുൽ ഉലമാ ശംസുൽ ഉലമാ സുന്നത്തിന്റെ കാവൽ വളരായി സുന്ദര ദീനിൻ മാതൃക പൂവാൻ സുഹൃതങ്ങൾ പൂക്കും നാടിനു മലരായി വിജ്ഞാന പ്രഭചിന്തി ശംസുൽ ഉലമാ ശംസുൽ ഉലമാ വിസ്മയ പൂകൾ പെറ്റ മാഹിമലരാ മാഹിമലരാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നേരത്തേനേക്കാൾ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടല്ലേ? ഈ കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് സാലിഹി കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഇമ്പാണ് കേൾക്കാൻ. വളരെ ഒരു രസാണ്. ഫസൽ ഫസു ഉസ്താദ് ഇന്ന് മാറി നിന്നതാണ്. പാടി എന്നതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. ആ അർത്ഥത്തിലായിരിക്കുമോ എന്ന് സംശയിക്കുന്നു. പിന്നെ ഏതായാലും ദിൽഷാദ് മോന്റെ പാട്ട് ദാനിഷ് മോന്റെ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. നല്ല ഇങ്ങനെ കേട്ടിരിക്കാൻ. അതെ, ടെൻഷൻ കാരണം മാറി നിന്ന് അതല്ല, ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ മാറി നിന്ന് കേൾക്കാൻ ഒരു രസമാണ് ഈ കുട്ടികളുടെ പാട്ട്. വലിയവരുടെ ആകുമ്പോൾ ഒരു അലോസരം ഉണ്ടാവും. അതേസമയത്ത് കുട്ടികളുടേതാകുമ്പോൾ കേട്ട് നിൽക്കാൻ നല്ല ഒരു രസമാണ്. മനസ്സിന് തനിയെ ടെൻഷനൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കാറാണ് പതിവ്. ഏതായാലും MA റഫീഖിൽ എന്ന ഐഡിയിൽ നല്ല ഒരു കുട്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ഐഡിയിൽ നിന്നുള്ള ഒരു പാട്ട്. സാലി ഒറ്റപ്പാലവും കൈപൊക്കുന്നുണ്ട്, വിടുന്നുണ്ട്. എന്താണ് പ്രശ്നം? ധൈര്യം കിട്ടുന്നില്ലേ? ഏതായാലും MA റഫീഖ് കുട്ടിയാണെങ്കിൽ മൈക്ക് എടുക്കുക. ഒരു നല്ല പാട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഓർക്കുന്നു ഞാനെന്നും പണ്ഡിതരുടെ ശംസിനെ, ഓർമ്മയിലെന്നുമാ ജ്വലിക്കുന്ന പൂമുഖം. ഓർക്കുന്നു ഞാനെന്നും പണ്ഡിതരുടെ ശംസിനെ, ഓർമ്മയിലെന്നുമാ ജ്വലിക്കുന്ന പൂമുഖം. ഇനി ആരുണ്ടീ വിടവു തീർക്കാൻ, നമ്മെ വിട്ട് പിരിഞ്ഞു പോയാ താരകം, നമ്മെ വിട്ട് പിരിഞ്ഞു പോയാ താരകം. ഓർക്കുന്നു ഞാനെന്നും പണ്ഡിതരുടെ ശംസിനെ, ഓർമ്മയിലെന്നുമാ ജ്വലിക്കുന്ന പൂമുഖം. ഇനി ആരുണ്ടീ വിടവു തീർക്കാൻ, നമ്മെ വിട്ട് പിരിഞ്ഞു പോയാ താരകം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 4 വരിയാണെങ്കിലും ഹൃദയസ്പൃക്കായ വരികളായിരുന്നു. കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട സമയമായതുകൊണ്ട് ഏതായാലും പാട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല. കേട്ടവർ കേട്ടു, ആസ്വദിച്ചവർ ആ രീതിയിൽ ആസ്വദിച്ചു. ഒരു കോംപ്ലിമെന്റും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട സമയമാണ്.
ഇല്ലേ? അതെ. അപ്പോ പാട്ടുപാടി ഏതായാലും പലരും പാടിയിട്ടുണ്ട്. ഇന്ന് കുരുന്നുകൂട്ടത്തിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. നന്നായി പാടിയിട്ടുണ്ട് ഏതായാലും മാഷാ അല്ലാഹ്. ഇനി കുട്ടികളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, നിങ്ങൾ മറ്റാർക്കുമാണ് മൈക്ക് കൊടുത്തത്, പക്ഷെ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു 15 വയസ്സിന് മുകളിൽ എന്തായാലും ഉണ്ട്. അല്ലേ? ഉദവിയാണോ? തന്തക്കൂട്ടമായി മാറുന്നു. ഹുദവിയാണ് മാഷാ അല്ലാഹ്. ഏതായാലും ഇനി കുട്ടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് നേരത്തെ കുറെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. കുറെ കുട്ടികൾ വന്നു പാടി പോയി. പിന്നെ ഏകദേശം നിർത്താറായിട്ടുണ്ട്. ഇനി ആരെങ്കിലൊക്കെ മൈക്കിൽ വന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന് പാടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഫസൽ ഉസ്താദൊക്കെ വരുന്നുണ്ടെങ്കിൽ ആവാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എനിക്കും ചെറിയ ആവശ്യങ്ങളുണ്ട്. ഇനി ലേറ്റ് ആയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? അവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് കുട്ടികൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്, നന്നായി പാടിയിട്ടുണ്ട്. എല്ലാവർക്കും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ കുട്ടികളെയും അള്ളാഹു ഇരുവീട്ടിലും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന, ദീനിനും ഉപകരിക്കുന്ന കുട്ടികളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖൈറും ബർക്കത്തും ഏറ്റി നൽകട്ടെ. കുട്ടികൾക്കൊക്കെ സാലിഹീങ്ങളായ കുട്ടികളാക്കി നമ്മുടെ എല്ലാ കുട്ടികളെയും അള്ളാഹു തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും നമ്മുടെ ഈ കുരുന്നുകെട്ടം എന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത